ബാർക്കുമോർ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ നമ്മുടെ മേൽ തൻ്റെ കരുണയും അനുനന്ദിക്കൊണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ വീണ്ടും ദൈവവചനത്തിൻ്റെ കീഴിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം നമുക്കൊരുക്കിയ ഈ നല്ല അവസരത്തിനായി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഇന്ന് നാം ചിന്തിക്കുന്നത് അബ്രഹാം സഹോദര സ്നേഹി ആയിരുന്നു. തൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ തൻ്റെ സഹോദരപുത്രനായ അബ്രഹാമിൻ്റെ കൂടെ യാത്ര ചെയ്ത ലോത്ത് ഒരു പ്രതിസന്ധിയിൽ ഏർപ്പെട്ടപ്പോൾ അവിടെ അബ്രഹാമിൻ്റെ മനോഭാവം നാം ഇന്ന് ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുകയാണ്. കർത്താവിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 14 മുതലുള്ള വാക്യങ്ങൾ കർത്താവിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു: തൻ്റെ സഹോദരനെ ബന്ധനാക്കി കൊണ്ടുപോയി എന്ന് അബ്രഹാം കേട്ടപ്പോൾ അവൻ തൻ്റെ വീട്ടിൽ ജനിച്ചവരും അഭ്യാസികളുമായ 318 പേരെ കൂട്ടിക്കൊണ്ട് ദാൻ വരെ പിന്തുടർന്നു. രാത്രിയിൽ അവനും അവൻ്റെ ദാസന്മാരും അവരുടെ നേരെ ഭാഗമായി പിരിഞ്ഞെന്ന് അവരെ തോൽപ്പിച്ചു. ദമേശിക്കിൻ്റെ ഇടതുഭാഗത്തുള്ള ഹോബ വരെ അവരെ പിന്തുടർന്നു. അവൻ സമ്പത്തൊക്കെയും മടക്കി കൊണ്ടുവന്നു. തൻ്റെ സഹോദരനായ ലോത്തിനെയും അവൻ്റെ സമ്പത്തിനെയും സ്ത്രീകളെയും ജനത്തെയും കൂടെ മടക്കി കൊണ്ടുവന്നു. ഇവിടെ തൻ്റെ സഹോദരനായ ലോത്ത് ഒരു അപകടത്തിൽപ്പെട്ടിരിക്കുകയാണ്. ഈ സംഭവം നാം ധ്യാനിക്കുമ്പോൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ലോത്തിൻ്റെ ഇടയന്മാരും അബ്രഹാമിൻ്റെ ഇടയന്മാരും തമ്മിൽ ഭിന്നതയിലായി അവസാനം അവർ വീതം വെച്ച് പിരിഞ്ഞ്, നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട്, നീ കിഴക്കോട്ടെങ്കിൽ ഞാൻ പടിഞ്ഞാട്ടെന്നുള്ള രീതിയിൽ അവർ ഭാഗം വെച്ച് പിരിഞ്ഞ് രണ്ടുപേരുടെ വഴിയിൽ ആയിരിക്കുന്ന സമയത്താണ് ഇതാ ലോത്തിന് ഒരു അപകടം സംഭവിക്കുകയാണ്. ശത്രുവിൻ്റെ കയ്യിൽ അകപ്പെട്ട ലോത്തിനെ രക്ഷിക്കുന്ന അബ്രഹാമിൻ്റെ മനോഭാവമാണ് ഇവിടെ നാം ധ്യാനിക്കുന്നത്. പലപ്പോഴും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഇന്ന് നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയ ചില വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നമ്മിൽ നിന്ന് അകന്നു പോയ ചില വ്യക്തികൾക്ക് അവരുടെ ജീവിതത്തിൽ ഒരു ദുരിതം വരുമ്പോൾ, വേദന വരുമ്പോൾ, ഒരു പ്രയാസം വരുമ്പോൾ അവരെ പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നൊരു മനോഭാവമുണ്ട്, അവനത് അങ്ങനെ തന്നെ സംഭവിക്കണം. കാരണം എന്നോട് മത്സരിച്ചിട്ട് എന്നിൽ നിന്ന് അകന്നു പോയിട്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് പറഞ്ഞ് നമ്മൾ പലപ്പോഴും അവരെ കുറ്റപ്പെടുത്താറുണ്ട്. അതായത് സഹോദരൻ്റെ വീഴ്ചയിൽ ആഹ്ലാദിക്കുന്ന ഒരു വ്യക്തിയാണോ ഞാൻ? എൻ്റെ സഹോദരൻ എൻ്റെ ശത്രുവാണെങ്കിൽ പോലും ആ സഹോദര സ്നേഹത്തിൽ ആ സഹോദരനെ വീണ്ടെടുക്കുന്ന മനോഭാവമാണോ നമ്മുടെ മനോഭാവം എന്ന് ഇതിലൂടെ നാം ചിന്തിക്കേണ്ടത്. ഇവിടെ അബ്രഹാം ഒരു അനുഗ്രഹമായി തീരാൻ, അബ്രഹാമിൻ്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടാൻ, ദൈവം അബ്രഹാമിനെ അനുഗ്രഹിക്കാൻ ഒരു മുഖാന്തരമാണ് ഈ മനോഭാവം. അതായത് തൻ്റെ ശത്രുവായി കാണേണ്ട, അല്ലെങ്കിൽ തന്നിൽ നിന്ന് അകന്നു പോയ, പിരിഞ്ഞു പോയ ഈ ലോത്തിനെ അബ്രഹാം എങ്ങനെ സ്നേഹിച്ചു എന്ന് ദൈവത്തിൻ്റെ വചനം അവിടെ വ്യക്തമായി വെളിപ്പെടുത്തുകയാണ്. ഇവിടെ തനിക്ക് പല കുറ്റങ്ങളും കുറവുകളും പറയാമായിരുന്നു. അതായത് അവൻ ഇഷ്ടപ്പെട്ട സ്ഥലം തിരഞ്ഞെടുത്തു, അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിച്ചു. അവസാനം ഒരു പ്രശ്നം വരുമ്പോൾ എന്നെ സമീപിക്കേണ്ട ആവശ്യം ഇല്ലല്ലോ, അല്ലെങ്കിൽ ഞാനൊരു സഹായനായി ചെല്ലേണ്ട ആവശ്യമില്ലല്ലോ എന്ന് സ്വയം നീതീകരിക്കാമായിരുന്നു. പലപ്പോഴും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മളങ്ങനെ ചിന്തിച്ചിട്ട് പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയായിരിക്കാം. പലപ്പോഴും നമ്മുടെ സഹോദരങ്ങൾ, പ്രത്യേകിച്ച് നമ്മൾക്ക് ഇഷ്ടമല്ലാത്ത, നമ്മളെ വേദനിപ്പിച്ച, നമ്മളെ മുറിവേൽപ്പിച്ച, നമ്മുടെ കണ്ണുനീര് നിലത്ത് വീഴാൻ കാരണമായ ചില സഹോദരങ്ങളെ അവരുടെ ജീവിതത്തിൽ വീഴ്ചകൾ, വേദന വരുമ്പോൾ നമ്മൾ കണ്ടില്ല മട്ടിൽ അല്ലെങ്കിൽ കാണാത്ത ഭാവത്തിൽ നടക്കുന്ന വ്യക്തികളായി നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ മാറിയിട്ടുണ്ടോ? ഇവിടെ സഹോദര സ്നേഹം ദൈവവുമായുള്ള വ്യക്തിപരമായ ബന്ധത്തിന് കാരണമാണെന്ന് കർത്താവിൻ്റെ വചനം വ്യക്തമായിട്ട് വെളിപ്പെടുത്തുകയാണ്. ദൈവം ആരെയാണ് സ്നേഹിക്കുന്നത് ചോദിച്ചാൽ, ദൈവത്തെ നാം സ്നേഹിക്കുന്ന പോലെ തന്നെ സഹോദരങ്ങളെ നാം സ്നേഹിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ സ്നേഹം നമ്മിൽ പൂർണ്ണമായി വെളിപ്പെടുന്നത്. അതിനെക്കുറിച്ച് കർത്താവിൻ്റെ വചനം വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ലേവ്യ പുസ്തകം 19-ാം അധ്യായം 17-ാം വാക്യത്തിൽ കർത്താവിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു:
സഹോദരനെ നിൻ്റെ ഹൃദയത്തിൽ ദ്വേഷിക്കരുത്, വെറുക്കരുത്. അപ്പോൾ സഹോദരന് ഒരുപക്ഷെ സഹോദരൻ നമുക്കെതിരായിട്ട് എന്തെങ്കിലും സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഒരിക്കലും ഹൃദയത്തിൽ വെറുപ്പ് വെച്ചുകൊണ്ടിരിക്കരുത്. അത് പാപമാണ് എന്ന് ദൈവത്തിൻ്റെ വചനം വ്യക്തമായിട്ട് വെളിപ്പെടുത്തുകയാണ്. 1 യോഹന്നാൻ 2-ാം അധ്യായം 11-ാം വാക്യത്തിൽ കർത്താവിന്റെ വചനം പറയുന്നു, സഹോദരനെ പകയ്ക്കുന്നവനോ ഇരുട്ടിൽ ഇരിക്കുന്നു, ഇരുട്ടിൽ നടക്കുകയും ചെയ്യുന്നു. ഇരുട്ട് അവൻ്റെ കണ്ണ് കുരുടാക്കിയാൽ എവിടേക്ക് പോകുന്നു എന്ന് അവൻ അറിയുന്നില്ല. അപ്പോൾ സഹോദരനോടുള്ള വെറുപ്പ് അതേത് കാരണം കൊണ്ടായിക്കൊള്ളട്ടെ. സഹോദരൻ എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ സഹ ഉദരന്മാരായി ജനിച്ചവരാണ് സഹോദരന്മാർ. അങ്ങനെയാണെങ്കിൽ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ജനിച്ച ഞാൻ സഹോദരനായി കാണുന്ന ഏതൊരു വ്യക്തിയെയും ആ വ്യക്തിയുടെ മനോഭാവം എങ്ങനെയായിരിക്കണം? ഒരിക്കലും അവരുടെ ഹൃദയത്തിൽ ഉറപ്പോ വിദ്വേഷമോ ഉണ്ടാകാൻ പാടില്ല. ഇവിടെ അബ്രഹാം ചെയ്തതാണ്. അബ്രഹാമൻ സഹോദര സ്നേഹം നിറഞ്ഞവനായിരുന്നു. വചനം പറയുകയാണ്, സഹോദരനെ പകയ്ക്കുന്നവൻ, വെറുക്കുന്നവൻ, ദ്വേഷിക്കുന്നവൻ ഇരുട്ടിലാണിരിക്കുന്നത്, ഇരുട്ടിലാണ് നടക്കുന്നത്. അവൻ്റെ കണ്ണ് കുരുടാകിയാൽ അവൻ എവിടേക്ക് പോകുന്നു എന്ന് അവൻ പോലും അറിയുന്നില്ല. ഈ സഹോദരനോടുള്ള വെറുപ്പ് ഒരു മനുഷ്യനെ നിത്യനരകത്തിൽ എത്തിക്കുവാൻ ഒരു കാരണമായി തീരുമെന്നാണ് ദൈവത്തിൻ്റെ വചനം ഇവിടെ വെളിപ്പെടുന്നത്. കാരണം അത് പാപമാണ്. 1 യോഹന്നാൻ 3-ാം അധ്യായം 15-ാം വാക്യത്തിൽ പറയുന്നു, സഹോദരനെ പകയ്ക്കുന്നവനെല്ലാം കൊലപാതകനാകുന്നു, യാതൊരു കൊലപാതകം നിത്യജീവനുള്ളിൽ വസിച്ചിരിപ്പില്ല എന്ന് നിങ്ങൾ അറിയുന്നു. അതായത് സഹോദരനോട് എന്തെങ്കിലും കയ്പോ വെറുപ്പോ വിദ്വേഷമോ വാശിയോ വൈരാഗ്യം ഉണ്ടെങ്കിൽ ആ വ്യക്തി ഒരിക്കലും നിത്യജീവൻ അവകാശിയാകിയില്ല. ഒരു മനുഷ്യനെ കൊല്ലുന്നത് പോലെ തന്നെ ഹൃദയത്തിൽ വെറുപ്പുള്ളൊരു വ്യക്തി കൊലപാതകം എന്ന പാപം ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമുക്ക് ആരോടെല്ലാം പകയുണ്ട്, വെറുപ്പുണ്ട് എന്ന് നമ്മളൊന്ന് പരിശോധിക്കേണ്ടതാണ്. 1 യോഹന്നാൻ 4:20 പറയുന്നു, 20-21 വാക്കിൽ പറയുന്നു, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും തൻ്റെ സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു. താൻ കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കാത്തവന് കണ്ടിട്ടില്ലാത്ത ദൈവത്തെ സ്നേഹിപ്പാൻ കഴിയുന്നല്ല. ദൈവത്തെ സ്നേഹിക്കുന്നവൻ സഹോദരനെ സ്നേഹിക്കണം എന്നീ കൽപ്പന നമുക്ക് അവങ്കിൽ നിന്ന് ലഭിച്ചിരിക്കുന്നു. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഒരു കൽപ്പനയാണ്. നാം ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ സഹോദരനെയും സ്നേഹിക്കണം. കാണപ്പെടാത്ത ദൈവത്തെ നാം സ്നേഹിക്കുന്നു എന്ന് പറയുകയും നമ്മുടെ സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ കള്ളനാണെന്ന് കർത്താവിന്റെ വചനം പറയുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സഹോദരൻ എത്ര ശത്രുവായിക്കൊള്ളട്ടെ, എത്രമാത്രം നമ്മളെ പീഡിപ്പിച്ച വ്യക്തിയായിക്കൊള്ളട്ടെ, എത്രമാത്രം നമ്മളെ മുറിവേൽപ്പിച്ച വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ മുറിവേൽപ്പിച്ച വ്യക്തിയായിക്കൊള്ളട്ടെ, ആ വ്യക്തി ആയിരിക്കുന്ന അവസ്ഥയിൽ അംഗീകരിക്കാനും സ്നേഹിക്കാനും കഴിയാത്തവൻ കള്ളനാണ്, അവൻ പാപിയാണ്, അവൻ നിത്യജീവൻ അവകാശമാക്കിയില്ല, മരിച്ചാൽ നിത്യ അന്ധകാരത്തിൽ അവൻ ചെന്നെത്തുമെന്ന് ദൈവത്തിൻ്റെ വചനം വ്യക്തമായി വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സഹോദരനുമായുള്ള ബന്ധം എങ്ങനെയാണെന്ന് സ്വയം ഒന്ന് പരിശോധിക്കണം. വീണ്ടും കർത്താവിന്റെ വചനം പഠിപ്പിക്കുന്നുണ്ട്, സഹോദരനോട് കോപിക്കരുത്. സഹോദരനോട് കോപിക്കുന്നവൻ ദൈവസ്നേഹം വസിക്കുകയില്ല. മത്തായി സുവിശേഷം 5-ാം അധ്യായം 21-ാം വാക്യം, കൊല ചെയ്യരുതെന്നും ആരെങ്കിലും കൊല ചെയ്താൽ ന്യായവിധിക്ക് യോഗ്യമാകുമെന്നും പൂർവികരോട് അരുളിച്ചെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നു, സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യമാകും. സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്ക് അകപ്പെടും. അങ്ങനെയാണെങ്കിൽ സഹോദരനോട് വെറുക്കുക മാത്രമല്ല, വെറുക്കാൻ കാരണമായ കോപത്തിൻ്റെ വാക്കുകളോ കോപത്തിൻ്റെ പ്രവൃത്തികളോ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്യുന്നവൻ ന്യായവിധിക്ക് അർഹനായിത്തീരുമെന്ന് കർത്താവിന്റെ വചനം വ്യക്തമായിട്ട് വെളിപ്പെടുത്തുകയാണ്. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം 19-ാം വാക്യത്തിൽ കർത്താവിന്റെ വചനം ഇങ്ങനെ പറയുന്നു, പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ അത് അറിയുന്നുവല്ലോ. എന്നാൽ ഏതു മനുഷ്യനും കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും കോപത്തിന് താമസമുള്ളവൻ ആയിരിക്കട്ടെ. നമ്മുടെ മനസ്സിൽ ഒരുപക്ഷെ നമുക്ക് കോപമുണ്ടാകാം. കോപിക്കാൻ കാരണമായ ചില പ്രവൃത്തികൾ, ചില സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. പക്ഷെ വചനം പറയുകയാണ്, നിങ്ങൾ കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും കോപത്തിന് താമസമുള്ളവനുമാകും. എടുത്തിയാടി കോപിക്കാതെ കോപത്തെ അടക്കുവാൻ, കോപത്തെ നിയന്ത്രിക്കുവാൻ. ഒരുപക്ഷെ സാഹചര്യം കോപിക്കാൻ കാരണമായി തീരാം.
എടുത്തു ചാടി കോപിക്കുക, ക്ഷിപ്രകോപി എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. പെട്ടെന്ന് കോപിക്കുക, പെട്ടെന്ന് ദേഷ്യപ്പെടുക, പെട്ടെന്ന് അരിശമുണ്ടാകുക. പലപ്പോഴും പല വെറുപ്പിൻ്റെയും മൂലകാരണം ഈ കോപമാണ്. പലപ്പോഴും ഈ ഡൈവോഴ്സ് കേസുകളൊക്കെ പരിശോധിക്കുമ്പോൾ അതിൻ്റെ കാരണം പറയുന്നത് പല കാരണങ്ങളാണ്. എന്നാൽ ആ കാരണങ്ങളെല്ലാം ഒരിക്കലും അതിൻ്റെ കാരണമായിരിക്കണമെന്നില്ല. പല ഡൈവോഴ്സ് കേസിൻ്റെയും മൂല കാരണം പരിശോധിക്കുമ്പോൾ അതിൻ്റെ വേര് തേടി ചെല്ലുമ്പോൾ നാം കാണുന്നത് അന്ന് പറഞ്ഞൊരു വാക്ക്, അന്ന് എൻ്റെ ഭർത്താവിൽ നിന്ന് ഞാൻ കേട്ടൊരു വാക്ക്, അല്ലെങ്കിൽ എൻ്റെ ഭാര്യയിൽ നിന്ന് കേട്ടൊരു വാക്ക്, അല്ലെങ്കിൽ എൻ്റെ അമ്മായിമ്മയിൽ നിന്ന് ഞാൻ കേട്ടൊരു വാക്ക്, അല്ലെങ്കിൽ എൻ്റെ ഭാര്യയെക്കുറിച്ച് ഭർത്താവിനെക്കുറിച്ച് ഞാൻ ചില വ്യക്തികളിൽ നിന്ന് കേട്ടൊരു വാക്ക്. അപ്പോൾ ഒരു വാക്ക് ഒരു കുടുംബജീവിതത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമാകുന്നുവെങ്കിൽ, അതുകൊണ്ടാണ് യാക്കോബ് ശ്ലീഹ പറയുന്നത് നാവ് തീയാണ്. ഈ നാവ് കൊണ്ട് നമുക്ക് അനുഗ്രഹം പ്രാപിക്കാം, ഈ നാവ് കൊണ്ട് നമുക്ക് നാശവും അനുഭവിക്കാം. പലപ്പോഴും നമ്മൾ പറയുന്ന വാക്കുകൾ എങ്ങനെയുള്ള വാക്കുകളാണ് നമ്മൾ സ്വയം ഒന്ന് പരിശോധിക്കണം. മാതാപിതാക്കളും മക്കളും തമ്മിൽ കോപിക്കുമ്പോൾ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കോപിക്കുമ്പോൾ, സഹോദരങ്ങൾ തമ്മിൽ കോപിക്കുമ്പോൾ അവിടെ ബന്ധങ്ങൾ മുറിക്കപ്പെടുകയാണ് ചെയ്യുന്നത്, വ്യക്തിബന്ധങ്ങൾ മുറിവേൽക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് കർത്താവിന്റെ വചനം പറയുന്നു, നിങ്ങൾ കോപത്തിന് താമസമുള്ളവരായിരിക്കട്ടെ. കോപിക്കാൻ താമസമുള്ളവരായിരിക്കട്ടെ. കോപമുണ്ടാകാം, കോപിക്കാൻ കാരണമായ ചില പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം. മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് ഏൽക്കുന്ന ചില പ്രവൃത്തികൾ നമുക്ക് കോപിക്കാൻ കാരണമായി തീരാം. പക്ഷെ നമ്മൾ കോപത്തെ നിയന്ത്രിക്കണം. കോപിക്കാൻ താമസമുള്ളവരാകട്ടെ എന്ന് കർത്താവിന്റെ വചനം പറയുന്നു. വീണ്ടും കർത്താവിന്റെ വചനം പരിശോധിക്കുമ്പോൾ സഹോദരന്മാരുള്ള ബന്ധം എങ്ങനെയായിരിക്കണമെന്ന് കർത്താവ് പഠിപ്പിക്കുകയാണ്. നിങ്ങൾ ഒരിക്കലും സഹോദരനോട് പുച്ഛത്തോടെ സംസാരിക്കരുത്. മത്തായി സുവിശേഷം 5-ാം അധ്യായം 22-ാം വാക്യത്തിൽ പറയുന്നു, ഞാനോ നിങ്ങളോട് പറയുന്നു, സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. സഹോദരനോട് നിസാര എന്ന് പറഞ്ഞാലോ ന്യായാധിപ സഭയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും. മൂഢ എന്ന് പറഞ്ഞാലോ അഗ്നി നരകത്തിന് യോഗ്യമാകും. ഒരു മനുഷ്യൻ നിത്യ നരകത്തിന് അർഹനായിത്തീരാൻ കാരണമായൊരു പ്രവൃത്തിയാണ് സഹോദരനെ മൂഢ എന്ന് വിളിക്കുന്നത്. അതായത് പുച്ഛത്തോടെ സംസാരിക്കുക. കർത്താവിന്റെ വചനം പരിശോധിക്കുമ്പോൾ മറ്റുള്ളവർ നാം നമ്മളെക്കാൾ ശ്രേഷ്ഠരായിട്ട് കാണണമെന്ന് കർത്താവിന്റെ വചനം വ്യക്തമായിട്ട് വെളിപ്പെടുന്നുണ്ട്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മനോഭാവം തന്നെയാണ്. നാം പാപികളായിരിക്കുമ്പോൾ തന്നെ അവൻ നമ്മെ സ്നേഹിച്ചു. നാം ഒത്തിരി കുറവുള്ളവരാണ്. നാം ദൈവത്തെ വേദനിപ്പിച്ച്, ദൈവത്തെ മുറിവേൽപ്പിച്ച്, വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നാം പലപ്പോഴും ദൈവത്തെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്, നിന്ദിച്ചിട്ടുണ്ട്, പരിഹസിച്ചിട്ടുണ്ട്, വേദനിപ്പിച്ചിട്ടുണ്ട്, വേദനിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും ആ ദൈവം നമ്മെ സ്നേഹിച്ചുവെങ്കിൽ നമ്മൾ ഒരിക്കലും മറ്റുള്ളവരെ പുച്ഛിക്കരുത്. കർത്താവിന്റെ വചനം ഇങ്ങനെ പറയുന്നു, സദൃശവാക്യങ്ങൾ 17-ാം അധ്യായം 5-ാം വാക്യം, ദരിദ്രനെ പരിഹസിക്കുന്നവൻ അവൻ്റെ സൃഷ്ടാവിനെ നിന്ദിക്കുന്നു, ആപത്തിൽ സന്തോഷിക്കുന്നവന് ശിക്ഷ വരാതിരിക്കില്ല. അതായത് ഒരു മനുഷ്യനെ പരിഹസിക്കുമ്പോൾ അവൻ്റെ സൃഷ്ടാവായ ദൈവത്തെയാണ് നാം നിന്ദിക്കുന്നത്. പലപ്പോഴും പരിഹാസത്തിലൂടെ വേദനിക്കുന്ന ദൈവമാണ് എന്നുള്ള കാര്യം നാം തിരിച്ചറിയുന്നില്ല. നമ്മൾ മറ്റുള്ളവരെ ദേഷ്യത്തോടെയോ അരിശത്തോടെയോ അവരുള്ള പക കൊണ്ടോ വെറുപ്പ് കൊണ്ടോ നമ്മളവരെ പുച്ഛിക്കുമ്പോൾ, പരിഹസിക്കുമ്പോൾ, അവരെ നിന്ദിക്കുമ്പോൾ ശരിക്കും വേദനിക്കുന്നത് ദൈവമാണ്, അവൻ്റെ സൃഷ്ടാവാണെന്ന് കർത്താവിന്റെ വചനം വെളിപ്പെടുത്തിയ. അപ്പോൾ മറ്റുള്ളവരുടെ വൈകല്യം കണ്ടുകൊണ്ട്, മറ്റുള്ളവരുടെ ഇല്ലായ്മ കണ്ടുകൊണ്ട്, മറ്റുള്ളവരുടെ ദാരിദ്ര്യം കണ്ടുകൊണ്ട് അവരെ ഒരിക്കലും പരിഹസിക്കരുത്. സഹോദരൻ കഴിവില്ലാത്തവനാണെങ്കിൽ, ദരിദ്രനാണെങ്കിൽ ഒരിക്കലും അവനെ പരിഹസിക്കരുത്. അതിനും പറയുകയാണ്, അവൻ്റെ സൃഷ്ടാവായ ദൈവത്തെ നിന്ദിക്കുകയാണ് നീ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ തീരുമാനമെടുക്കണം. ഒരു വ്യക്തി എത്ര കുറവുള്ളവനാണെങ്കിലും അവനായിരിക്കുന്ന അവസ്ഥയിൽ അവനെ സ്നേഹിക്കുക, അവനെ ബഹുമാനിക്കുക, അവനെ ആദരിക്കുക, നമ്മളെക്കാൾ ശ്രേഷ്ഠരായിട്ട് അവരെ കാണുക. നമുക്കത് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് അനുഗ്രഹമാണ്. വീണ്ടും കർത്താവിന്റെ വചനം പരിശോധിക്കുമ്പോൾ സഹോദരനെ കോപിക്കരുത്, പുച്ഛിക്കരുത് മാത്രമല്ല, സഹോദരനെക്കുറിച്ച് ഒരിക്കലും പരദൂഷണം പറയരുത്, ഏഷണി പറയരുത്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ മറ്റുള്ളവരുള്ള ദേഷ്യം തീർക്കുന്നത് അവരെക്കുറിച്ച് കുറ്റങ്ങൾ പറയുക, അവരെ കുറ്റപ്പെടുത്തുക, അവരെ നിന്ദിക്കുക,
അവരെക്കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറയുക, ഏഷണി പറയുക. ഇതിൽ രസിക്കുന്ന ഒത്തിരി വ്യക്തികളുണ്ട്. നമ്മുടെ വ്യക്തിപരമായ ജീവിതം പരിശോധിക്കണം. മറ്റുള്ളവരുടെ കുറ്റങ്ങൾ, കുറവുകൾ പറഞ്ഞു നടക്കുന്നവരായി, മറ്റുള്ളവരുടെ മുന്നിൽ കളിയാക്കി സംസാരിക്കുന്നവരായി നമ്മൾ മാറിയിട്ടുണ്ടോ? ഒരുപക്ഷെ അതിനേക്കാൾ വലിയ തെറ്റ്, കുറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. നമ്മൾ ആരെയാണോ കുറ്റം വിധിക്കുന്നത്, അതിനേക്കാൾ വലിയ കുറ്റം നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ ദൈവം നമ്മെ നോക്കുമ്പോൾ കാണാം. നാം നമ്മുടെ കണ്ണിലൂടെയല്ല, ദൈവത്തിൻ്റെ കണ്ണിലൂടെ നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കിയാൽ നാം ആരെയാണോ കുറ്റം പറയുന്നത് അവരെക്കാൾ കൂടുതൽ കുറ്റം നമ്മുടെ ഹൃദയത്തിലുണ്ടാകാം. അതുകൊണ്ട് കർത്താവിന്റെ വചനം പറയുകയാണ്, നാവ് കൊണ്ട് കുറ്റം പറയരുത്, കൂട്ടുകാരന് എതിരെ ദോഷം ചെയ്യരുത്, കൂട്ടുകാരന് അപമാനം വരുത്തുന്നൊരു വാക്കും പറയരുത്. നമ്മൾ മറ്റുള്ളവരെ ഏതെല്ലാം രീതിയിൽ വേദനിപ്പിക്കുന്നുവെന്ന് സ്വയം ഒന്ന് പരിശോധിക്കണം. ലേവ്യ പുസ്തകം 19-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറയുന്നു, നിന്റെ ജനത്തിൻ്റെ ഇടയിൽ ഏഷണി പറഞ്ഞ് നടക്കരുത്, കൂട്ടുകാരൻ്റെ മരണത്തിനായി നിഷ്കർഷിക്കരുത്, ഞാൻ യഹോവ ആകുന്നു. ദൈവമായ കർത്താവ് അരുളി ചെയ്യുകയാണ്, നിന്റെ ജനത്തിൻ്റെ ഇടയിൽ ഏഷണി നീ പറഞ്ഞ് നടക്കരുത്. മറ്റുള്ളവരെക്കുറിച്ച് ഉള്ള കാര്യങ്ങളാണോ ഇല്ലാത്ത കാര്യമാണോ എന്ത് കാര്യമാണെങ്കിലും ഞാൻ ഉള്ളതല്ലേ പറഞ്ഞു എന്ന് പറഞ്ഞ് നടക്കുന്നവരുണ്ട്. ഒരിക്കലും ഉള്ളതാണെങ്കിലും ഇല്ലാത്താണെങ്കിലും മറ്റുള്ളവരുടെ പറഞ്ഞ് നടക്കാൻ പാടില്ല. വചനം പറയുകയാണ്, ജനത്തിൻ്റെ ഇടയിൽ ഏഷണി പറഞ്ഞ് നടക്കരുത്. കാരണം നമ്മൾ വിധിക്കുന്ന വിധിയാൽ വിധിക്കപ്പെടും. നമ്മൾ എന്താണോ മറ്റുള്ളവരെക്കുറിച്ച് പറയുന്നത് അത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ വന്നെത്താൻ കാരണമായി തീരും. കർത്താവിന്റെ വചനം പഠിപ്പിക്കുകയാണ്, സങ്കീർത്തനം 101 അതിൻ്റെ 5-ാം വാക്യം, 101-ാം സങ്കീർത്തനം 5-ാം വാക്യത്തിൽ പറയുന്നു, കൂട്ടുകാരനെക്കുറിച്ച് ഏഷണി പറയുന്നവനെ ഞാൻ നശിപ്പിക്കും, ഉന്നതഭാവവും നിഗളഹൃദയമുള്ളവനെ ഞാൻ സഹായിക്കുകയില്ല. അപ്പോൾ ദൈവം അരുളി ചെയ്യുകയാണ്, കൂട്ടുകാരനെ, സഹോദരനെക്കുറിച്ച് ഏഷണി പറയുന്നവനെ ഞാൻ നശിപ്പിക്കും. അപ്പോൾ നമ്മുടെ വ്യക്തിപരമായ നാശത്തിന് കാരണമാണ് പരദൂഷണം, ഏഷണി. നമ്മൾ ഉള്ള കാര്യമാണെങ്കിലും ഇല്ലാത്ത കാര്യമാണെങ്കിലും പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത്, ജനങ്ങളുടെ ഇടയിൽ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് നമ്മുടെ നാശത്തിന് കാരണമായി തീരുമെന്ന് ദൈവമായ കർത്താവ് അരുളി ചെയ്യുക. കൂട്ടുകാരനെക്കുറിച്ച് ഏഷണി പറയുന്നവനെ ഞാൻ നശിപ്പിക്കും, ഉന്നതഭാവവും നിഗളഹൃദയമുള്ളവനെ ഞാൻ സഹായിക്കുകയില്ല. നീ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം കണ്ണ് മറച്ചു കളയും, കൈ മലർത്തിക്കളയും, ദൈവം മുഖം മറച്ചു കളയും. അതുകൊണ്ട് നമ്മളെപ്പോഴെങ്കിലും സഹോദരനെക്കുറിച്ച്, മറ്റുള്ളവരെക്കുറിച്ച് ഏഷണി പറയുന്ന, അവരെ മുറിപ്പെടുന്ന വാക്കുകൾ പ്രചരിപ്പിക്കുന്ന ഒരു വ്യക്തിയായി മാറിയിട്ടുണ്ടോ? പരിശോധിക്കുക. വീണ്ടും കർത്താവിന്റെ വചനം പരിശോധിക്കുമ്പോൾ സദൃശ്യവാക്യങ്ങൾ 25-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യം, വടതിക്കാറ്റ് മഴ കൊണ്ടുവരുന്നു, ഏഷണി വാക്ക് കോപഭാവത്തെ ജനിപ്പിക്കുന്നു. നമ്മൾ പറയുന്ന ഏഷണി മറ്റുള്ളവർക്ക് കോപിക്കാൻ ഒരു കാരണമായി തീരും. അതായത് പാപഹേതുവായ ഒന്നാണ് ഈ പരദൂഷണം, ഏഷണി. മറ്റുള്ളവർക്ക് കോപം ജ്വലിപ്പിക്കാൻ അത് കാരണമായി തീരും. പലപ്പോഴും നമ്മുടെ കുടുംബത്തിൽ തന്നെ മാതാപിതാക്കളും മക്കളും തമ്മിൽ കോപിക്കാൻ, ജീവിത പങ്കാളി തമ്മിൽ കോപിക്കാൻ, സഹോദരങ്ങൾ തമ്മിൽ കോപിക്കാൻ ഒരു കാരണം ഇതാണ്. കാണാത്ത കാര്യം കണ്ടു എന്ന് പറയുക, കണ്ട കാര്യം കണ്ടില്ലെന്ന് പറയുക. ഈ ഒരു കാര്യം പറഞ്ഞ് എത്രയോ കുടുംബങ്ങളിലാണ് ഭിന്നത. അതിലൂടെ തിന്മ, പിശാച് ആ കുടുംബത്തിലേക്ക് കടന്നു വരും. എത്രയോ കുടുംബങ്ങളാണ് കലഹത്തിൻ്റെ ദുരാത്മാക്കൾ ഭരിക്കുന്ന കുടുംബം. എത്രയോ വ്യക്തികളിലാണ് കലഹത്തിൻ്റെ ദുരാത്മാക്കൾ ഭരിക്കുന്ന ഹൃദയം. ഇവിടെയെല്ലാം കാരണം ഇതാണ്. വചനം പറയുകയാണ്, ഏഷണി വാക്ക് കോപഭാവത്തെ ജനിപ്പിക്കുന്നു. അപ്പോൾ പല കുടുംബങ്ങളിലും കോപിക്കാനും അതിൻ്റെ കോപം മൂലമുണ്ടാകുന്ന ഭിന്നതയുടെയും മൂലകാരണം, അതിൻ്റെ വേര് എന്ന് പറയുന്നത് ഈ ഏഷണിയും പരദൂഷണമാണ്. കണ്ട കാര്യങ്ങൾ കണ്ടില്ലെന്ന് പറയുക, കാണാത്ത കാര്യങ്ങൾ കണ്ടു എന്ന് പറയുക, ഇനി കണ്ടതും കാണാത്തതുമായ കാര്യങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കുക, മറ്റുള്ളവരുടെ മുന്നിൽ കോപം ജനിപ്പിക്കാൻ കാരണമായി തീരും. അത് പാപത്തിന് കാരണമായി തീരും. അത് നിത്യ നരകാഗ്നിയിൽ ചെന്നെത്താൻ കാരണമായി തീരുന്ന ഒരു പാപമായി മാറുകയാണ്. വെറുപ്പിലേക്ക്, വിദ്വേഷത്തിലേക്ക്, വാശിയിലേക്ക്, വൈരാഗ്യത്തിലേക്ക് പിന്നെ അത് ചെന്നെത്തുക. പരിശോധിക്കുക, എൻ്റെ സഹോദരനോട് ഞാൻ ഏത് രീതിയിലാണ് പെരുമാറുന്നത് എന്ന് സ്വയം ഒന്ന് പരിശോധിക്കണം. പിന്നെ കർത്താവിന്റെ വചനം പരിശോധിക്കുമ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 37-ാം വാക്യത്തിൽ പറയുന്നു, വിധിക്കരുത്, എന്നാൽ നിങ്ങളെയും വിധിക്കുകയില്ല. ശിക്ഷയ്ക്ക് വിധിക്കരുത്, എന്നാൽ നിങ്ങൾക്കും ശിക്ഷാവിധി ഉണ്ടാകുകയില്ല.
വിടുവിൻ, എന്നാൽ നിങ്ങളെയും വിടുവിക്കും. ഇവിടെ കർത്താവായ യേശുക്രിസ്തു വ്യക്തമായി പഠിപ്പിക്കുകയാണ്, നിങ്ങൾ വിധിക്കരുത്, എന്നാൽ നിങ്ങളെയും വിധിക്കുകയില്ല. നിങ്ങൾ വിധിക്കുന്ന വിധി കൊണ്ട് തന്നെ നിങ്ങൾ വിധിക്കപ്പെടും. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ മറ്റുള്ളവരെക്കുറിച്ച് കണ്ട കാര്യമോ കാണാത്ത കാര്യമോ പറയരുത്. പറഞ്ഞാൽ അതുപോലെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ എന്നെക്കുറിച്ച് മറ്റുള്ള ആൾ പറയും എന്നൊരു ധാരണ, ഒരു സത്യം നമ്മുടെ ഹൃദയത്തിലുണ്ടായിരിക്കണം. ഞാൻ ഇന്ന് പറഞ്ഞു നടക്കുന്ന പ്രചരിപ്പിക്കുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ എന്നെക്കുറിച്ച് മറ്റുള്ളവർ പറഞ്ഞാൽ എനിക്ക് എന്തുമാത്രം വേദന ഉണ്ടാകും. അത് നാം ചിന്തിക്കുമ്പോൾ എങ്ങനെ മറ്റുള്ളവരെക്കുറിച്ച് കുറ്റം പറയും, പരദോഷം പറയും, എങ്ങനെ ഏഷണി പറഞ്ഞുണ്ടാക്കും, എങ്ങനെ നുണ പറയും. അതുകൊണ്ട് ഞാൻ വിധിക്കുന്ന വിധിയാൽ ഞാൻ വിധിക്കപ്പെടും എന്നുള്ള വലിയ ആ ബോധ്യം നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ മറ്റുള്ളവരെ വിധിക്കില്ല, പരദോഷം പറയില്ല. പരിഹാസിയുടെ ഇരിപ്പിടങ്ങളിൽ ഇരിക്കരുത്. പരിഹാസിയുടെ ഇരിപ്പിടങ്ങളിൽ ഇരുന്നാൽ നമ്മളും പരിഹാസികളായി മാറാൻ കാരണമായി തീരും. അതുകൊണ്ട് പരിഹസിക്കുന്ന ഒരു വ്യക്തിയോട് കൂട്ടുകൂടുക പോലും ചെയ്യരുത്. നമ്മൾ പരിഹാസിയായി മാറാൻ കാരണമായി തീരും. അത് അനേകം പാപത്തിലേക്ക് നമ്മളെ നയിക്കും. നമ്മൾ കഴിഞ്ഞകാല ജീവിതത്തിൽ സഹോദരനെ ഏതെല്ലാം രീതിയിൽ വേദനിപ്പിച്ചിട്ടുണ്ട് എന്ന് സ്വയം ഒന്ന് പരിശോധിക്കുക. സഹോദരനെ സഹായിക്കുന്നതിൽ കൂടുതൽ താല്പര്യമുള്ള വ്യക്തിയായി തീരണം. അബ്രഹാമിൻ്റെ മനോഭാവം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ സഹോദരൻ ഏത് അവസ്ഥയിലാണെങ്കിൽ ആ അവസ്ഥയിൽ സഹായിക്കാനുള്ളൊരു മനോഭാവം നമുക്കുണ്ടെങ്കിൽ അബ്രഹാമിനെ പോലെ നമ്മളും ഒരു അനുഗ്രഹമായി തീരും. കർത്താവിന്റെ വചനം പരിശോധിക്കുമ്പോൾ ആവർത്തന പുസ്തകം 15:9 കർത്താവിന്റെ വചനം പറയുന്നു, വിമോചന സംവത്സരമായ 7-ാം ആണ്ട് അടുത്തിരിക്കുന്നു എന്നിങ്ങനെ നിൻ്റെ ഹൃദയത്തിൽ ഒരു ദുർവിചാരം തോന്നുകയും ദരിദ്രനായ സഹോദരനോട് നിൻ്റെ കണ്ണ് നിർദ്ധയമായിരുന്ന് അവനൊന്നും കൊടുക്കാതിരിക്കുകയും അവൻ നിനക്ക് വിരോധമായി യഹോവയോട് നിലവിളിച്ചിട്ട് അത് നിനക്ക് പാപമായി തീരുകയും ചെയ്യാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുക. അതായത് സഹോദരന് ചെയ്യേണ്ട സഹായം ചെയ്യേണ്ട സമയത്ത് ചെയ്യാതിരിക്കുമ്പോൾ അവൻ്റെ നിലവിളി ദൈവസന്നിലെത്തും. ആ നിലവിളി ദൈവസന്നിലെത്തിയാൽ അത് പാപമായിത്തീരും, അത് നിനക്ക് പാപമായിത്തീരും എന്ന് കർത്താവിന്റെ വചനം പറയുക. ഞാനൊരു പാപവും ചെയ്യുന്നില്ല എന്ന് നമ്മൾ പറയുന്നുണ്ട്, പക്ഷേ നാം നന്മ ചെയ്യാതിരിക്കുന്നത് തന്നെ നമുക്ക് പാപമായി മാറുകയാണ്. സഹോദരനെ സഹായിക്കാതിരിക്കുന്നത്, അവൻ്റെ ആപത്തിൽ സഹായിക്കാതിരിക്കുന്നത്, അവനെ ശുശ്രൂഷിക്കാതിരിക്കുന്നത്, അവന് കൊടുക്കാതിരിക്കുന്നത്, അത് നാം ചെയ്യുന്നൊരു പ്രവൃത്തി പാപമായി മാറുകയാണ്. കഴിഞ്ഞകാല ജീവിതത്തിൽ ചെയ്യേണ്ട നന്മ ചെയ്യാതിരുന്നിട്ടുണ്ടോ? സഹോദരനെ അവൻ്റെ ആയിരിക്കുന്ന അവസ്ഥയിൽ സഹായിക്കാതിരുന്നിട്ടുണ്ടോ? അത് പാപമായി മാറുകയാണ്. അപ്പം നന്മ ചെയ്യാതിരിക്കുന്ന പോലും ഒരു പാപമായി മാറുകയാണ്. കർത്താവിന്റെ വചനം പരിശോധിക്കുമ്പോൾ 1 യോഹന്നാൻ 3:17 കർത്താവിന്റെ വചനം പറയുന്നു, എന്നാൽ ഈ ലോകത്തിലെ വസ്തുവകയുള്ളവൻ ആരെങ്കിലും തൻ്റെ സഹോദരനോട് മുട്ടുള്ളത് കണ്ടിട്ട് അവനോട് മനസ്സലിവ് കാണിക്കാഞ്ഞാൽ ദൈവത്തിൻ്റെ സ്നേഹം അവനിൽ എങ്ങനെ വസിക്കും? ദൈവത്തിൻ്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ ദൈവ സാന്നിധ്യമാണ്. ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ ദൈവം വസിക്കണമെങ്കിൽ, ദൈവത്തിൻ്റെ സാന്നിധ്യം വസിക്കണമെങ്കിൽ കർത്താവിന്റെ വചനം പറയുകയാണ്, ഈ ലോകത്തിൽ വസ്തുവകയുള്ളവൻ ആരെങ്കിലും തൻ്റെ സഹോദരന് മുട്ടുള്ളത് കണ്ടിട്ട് അവനോട് മനസ്സലിവ് കാണിക്കാൻ, അതായത് അവന് കൊടുക്കാതിരുന്നാൽ, അവന് പങ്കുവെക്കാതിരുന്നാൽ, വചനം പറയുകയാണ്, അവനിൽ ദൈവത്തിൻ്റെ സ്നേഹം എങ്ങനെ വസിക്കും? ദൈവം എങ്ങനെ ഒരു വ്യക്തിയോട് വസിക്കും? ദൈവത്തിന് വസിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ കരം കൊണ്ട് ദൈവം നിർമ്മിച്ച ദൈവത്തിൻ്റെ ആലയമാണ് നമ്മുടെ ശരീരം, നമ്മുടെ ഹൃദയം. എന്നാൽ ഈ ഹൃദയത്തിൽ, ഈ ശരീരത്തിൽ എങ്ങനെ ദൈവം വസിക്കും? ദൈവം വസിക്കണമെങ്കിൽ സഹോദരന് മുട്ടുണ്ടെങ്കിൽ അവനെ സഹായിക്കണം. ഇവിടെ തന്നിൽ നിന്ന് അകന്നു പോയ, നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ടെന്ന് പറഞ്ഞ് തന്നിൽ നിന്ന് വേർപിരിഞ്ഞു പോയ, വചനം പറയുന്നത് അങ്ങനെ തന്നെയാണ്, അബ്രഹാം ലോത്തിനെ വിട്ടുപിരിഞ്ഞു എന്ന് പറയുന്നത്. അപ്പോൾ വിട്ടുപിരിഞ്ഞ് തൻ്റെ സ്വാർത്ഥതയ്ക്കനുസരിച്ച് പോയ ലോത്ത് അപകടത്തിൽപ്പെട്ടപ്പോൾ, അവൻ്റെ വസ്തുവകൾ കൊള്ളയടിക്കപ്പെട്ടപ്പോൾ, അവൻ്റെ ആടുമാടുകൾ കൊള്ളയടിക്കപ്പെട്ടപ്പോൾ, അവൻ്റെ ഭാര്യമാരും മക്കളും കൊള്ളയടിക്കപ്പെട്ടപ്പോൾ, ഇവിടെ അബ്രഹാം അവനായിരിക്കുന്ന അവസ്ഥയിൽ സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യുകയാണ്. ഇവിടെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമുക്കൊരനുഗ്രഹമായി തീരുവാൻ, മറ്റുള്ളവർക്കൊരനുഗ്രഹമായി തീരുവാൻ ദൈവത്തിൻ്റെ വചനം അബ്രഹാമിൽ നമ്മളെ പഠിപ്പിക്കുകയാണ്. അബ്രഹാം തൻ്റെ സഹോദരനായ ലോത്തിനെ ആയിരിക്കുന്ന അവസ്ഥയിൽ സ്നേഹിക്കുകയും സഹായിക്കുകയും വീണ്ടെടുക്കുകയും ചെയ്തു. നമുക്ക് നമ്മുടെ ഹൃദയത്തെ നമുക്ക് ഒന്ന് പരിശോധിക്കാം. എത്രയോ അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരെ സഹായിക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ട്.
പക്ഷെ നമ്മളെല്ലാം പല കാരണങ്ങൾ പറഞ്ഞ് അവരെല്ലാം തള്ളിക്കളഞ്ഞു. നമ്മുടെ കൺമുന്നിൽ കണ്ട, സഹായത്തിന് വേണ്ടി നമ്മുടെ മുന്നിൽ ചോദിച്ച എത്രയോ വ്യക്തികൾ ഒരുപക്ഷേ രോഗങ്ങളുടെ മധ്യത്തിൽ, അപകട മധ്യത്തിൽ, ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി, ഒരിറ്റു ദാഹജലത്തിന് വേണ്ടി, കഴിക്കാൻ മരുന്നില്ലാതെ, വസ്ത്രമില്ലാതെ നമ്മുടെ മുന്നിൽ കൈനീട്ടി എത്രയോ വ്യക്തികൾ. അവരുടെ മുന്നിൽ നാം കണ്ണടച്ചപ്പോൾ കർത്താവിന് വചനം പറയുകയാണ്, നമുക്ക് ലഭിക്കേണ്ട അനുഗ്രഹം നാം നഷ്ടപ്പെടുത്തുകയും അത് പാപത്തിന് കാരണമായി തീരുകയും ചെയ്യും. ഇന്ന് കേട്ട ഈ വചനം നമ്മുടെ ജീവിതത്തിൽ ഒരു തീരുമാനത്തിന് കാരണമായി തീരാം. അബ്രഹാം ഒരനുഗ്രഹമായി തീരാൻ കാരണം തൻ്റെ സഹോദരനെ ആയിരിക്കുന്ന അവസ്ഥയിൽ സ്നേഹിക്കുകയും സഹായിക്കുകയും വിടുവിക്കുകയും ചെയ്തു. നമുക്കൊരു തീരുമാനം എടുക്കുക. ഇന്ന് മുതൽ, ഈ നിമിഷം മുതൽ എൻ്റെ കൺമുന്നിൽ എൻ്റെ സഹോദരനെ ആയിരിക്കുന്ന അവസ്ഥയിൽ സ്നേഹിക്കുകയും സഹായിക്കുകയും വിടുവിക്കുകയും ചെയ്യാൻ ഒരു തീരുമാനം നമ്മുടെ ഹൃദയത്തിൽ എടുത്തുകൊണ്ട് നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. കണ്ണടയ്ക്കാം. ബാർക്കുമോർ, ഞങ്ങൾ അത്യധികമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവെന്ന നല്ല ദൈവമേ, ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ സന്ദേശത്തിനായി നന്ദി പറയുന്ന കർത്താവ്. അബ്രഹാം ഒരു അനുഗ്രഹമായി തീരാൻ കാരണം അവിടുന്ന് വെളിപ്പെടുത്തിയല്ലോ. അവൻ്റെ സഹോദരനെ ആയിരിക്കുന്ന അവസ്ഥയിൽ സ്നേഹിക്കുകയും പങ്കുവയ്ക്കുകയും വിടുവിക്കുകയും ചെയ്തു. കർത്താവെ, ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞങ്ങളുടെ കൺമുന്നിൽ കാണുന്ന സഹോദരങ്ങളെ ആയിരിക്കുന്ന അവസ്ഥയിൽ സ്നേഹിക്കുവാനും അവരെ അംഗീകരിക്കുവാനും അവർക്ക് വേണ്ടി പങ്ക് വയ്ക്കുവാനും അവരെ വിടുവിക്കുവാൻ തക്കവണ്ണം കൃപയും ശക്തി അഭിഷേകവും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ ചെയ്തു പോയ തെറ്റിനെ ഓർത്ത് മാപ്പ് ചോദിക്കുന്നു. നന്മ ചെയ്യാൻ അവസരം കിട്ടിയിട്ടും നന്മ ചെയ്യാതിരുന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ പാപമായി മാറി. കർത്താവ്, ഞങ്ങൾ ചെയ്തു പോയി പാപത്തിന് മാപ്പ് ചോദിക്കുന്നു. ഇനി പാപം ചെയ്യാതെ മറ്റുള്ളവർക്ക് നന്മ ചെയ്ത് ഒരനുഗ്രഹമായി തീരുവാൻ, അബ്രഹാമിനെ പോലെ ഒരനുഗ്രഹമായി തീരുവാൻ ഞങ്ങളെയും ഞങ്ങളായിരിക്കുന്ന സാഹചര്യങ്ങളെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സകല ശുദ്ധിമാന്മാരെ ശുദ്ധി എന്നിട്ട് പ്രാർത്ഥിക്കണം. എല്ലാ മഹത്വവും ഇത് അവിടുന്ന് മാത്രം എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. This